എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മസിൽസിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ? നിങ്ങളുടെ ശാരീരിക അവസ്ഥയ്ക്ക് അപ്പുറം നിങ്ങൾ ശാരീരിക വ്യായാമം ഒരു ജിംനേഷ്യത്തിൽ പോയി ചെയ്യാറുണ്ടോ? നിങ്ങളുടെ മസിൽസിന്റെ ഉരുണ്ട് വരവിനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാറുണ്ടോ? എപ്പോഴും ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട്, നിലക്കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മസിൽസിനെ കൂടുതലായി ആസ്വദിക്കാറുണ്ടോ? അതേസമയം മസിൽസ് ശരിക്കും വരുന്നില്ല, മസിൽസ് ശരിക്കും ഫോം ചെയ്തില്ല എന്ന് വളരെയധികം വിഷമിക്കാറുണ്ടോ? ഈ മസിൽസ് വരാത്തത് കൊണ്ട് പ്രോട്ടീൻ ഷേക്സോ അതല്ലെങ്കിൽ സ്റ്റിറോയിഡ്സിന്റെ ഇഞ്ചക്ഷൻസോ സപ്ലിമെന്റ്സോ നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടോ? ഇതെല്ലാത്തിൻ്റെയും ഉത്തരം ആണ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ബിഗോറെക്സിയ എന്നൊരു മനഃശാസ്ത്ര അസുഖം, മനഃശാസ്ത്ര പ്രശ്നം ഉണ്ടാവാനുള്ള സാഹചര്യം വളരെയധികം കൂടുതലാണ്. ഈ വീഡിയോയിൽ ബിഗോറെക്സിയ എന്ന അസുഖത്തെക്കുറിച്ചും അതിൻ്റെ ട്രീറ്റ്മെന്റ് മെത്തഡോളജിയെക്കുറിച്ചുമാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്നോട് വീഡിയോ കോളിലൂടെയോ അല്ലെങ്കിൽ ഓഡിയോ കോളിലൂടെയോ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, കൺസൾട്ടേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് മെമ്പറായി ജോയിൻ ചെയ്യുക. അതല്ലെങ്കിൽ എനിക്കൊരു ഇമെയിൽ അയയ്ക്കുക. ഇമെയിൽ ID ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. ബിഗോറെക്സിയ എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിലെ മസിൽ കൂടുതലാക്കണം എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. യങ് അഡൾട്ട്സിന്റെ ഇടയിൽ, അതായത് ടീനേജേഴ്സിന്റെ ഇടയിലും 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുമുള്ള ആളുകളുടെ ഇടയിലും ഒരുപാട് കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഈ ബിഗോറെക്സിയ. ഒരുപാട് കാണപ്പെടുന്ന, അവരെല്ലാവരും ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് പുരുഷന്മാർ ആഗ്രഹിക്കുന്നത് നല്ല മസിൽസ് വേണം എന്നും നല്ല ശാരീരിക ഘടന വേണം എന്നും അതിനായി ഒരുപാട് എക്സസൈസ് ചെയ്യണം എന്നുമൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മുടെ ഇടയിൽ ഉള്ളത്. നിങ്ങൾക്ക് ബിഗോറെക്സിയ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ മുഴുവൻ എപ്പോഴും നിങ്ങളുടെ മസിൽസിനെ കുറിച്ച് തന്നെയായിരിക്കും. അത് നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളിൽ കോൺസെൻട്രേഷൻ, ഫോക്കസ് എന്നിവ ഇല്ലാതാക്കുകയും പലപ്പോഴും ദേഷ്യം വരുത്തുകയും ചെയ്യാം. നിങ്ങളുടെ ശാരീരികാവസ്ഥയിൽ, നിങ്ങളുടെ ശാരീരികമായ ആരോഗ്യത്തിന് അപ്പുറത്തേക്ക് ജിംനേഷ്യത്തിൽ കൂടുതൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുവാൻ, നമ്മുടെ ശാരീരികമായ അവസ്ഥയെ അവഗണിച്ചുകൊണ്ട് ക്ഷീണിച്ചാലും അതിൽ കൂടുതൽ ക്ഷീണം വന്നാലും സാരമില്ല, എനിക്ക് മുന്നോട്ട് പോകണം, എനിക്ക് മസിൽസ് ബിൽഡ് ചെയ്യണം എന്ന് പറഞ്ഞ് കൂടുതൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ ബിഗോറെക്സിയ എന്ന് പറയാം. വെയിറ്റ് കുറച്ച് മസിൽ ബിൽഡ് ചെയ്യാൻ തക്കവണ്ണം ഒരു ഡയറ്റ് പാറ്റേൺ നിർബന്ധ ബുദ്ധിയോടുകൂടി ഫോളോ ചെയ്യുന്നത് ബിഗോറെക്സിയ ആണ് എന്ന് പറയാം. മസിൽ ബിൽഡ് ചെയ്യാത്ത, അല്ലെങ്കിൽ കുറവ് മസിൽസേ ഉള്ളൂ, മസിൽസിന്റെ മുഴുപ്പില്ല എന്നൊക്കെ പറഞ്ഞ് സ്വന്തം ശരീരത്തെ വെറുക്കുന്ന, അതിൽ ഡിപ്രസ്ഡ് ആവുന്ന, മനസ്സ് വിഷമിക്കുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ബിഗോറെക്സിയ ആവാം. ബിഗോറെക്സിയ ശരിക്കും ചികിത്സിച്ച് മാറ്റിയില്ലെങ്കിൽ സ്റ്റിറോയിഡ് മിസ്യൂസ്, സ്റ്റിറോയിഡ് അപകടകരമാം വിധം ഉപയോഗിക്കുന്ന ഒരു പ്രവണത കണ്ടുവരാം. ഡിപ്രഷനിലേക്ക് അത് നയിക്കാം. ഒരു പക്ഷേ സൂയിസൈഡൽ ടെൻഡൻസി വരെ ഉണ്ടാവാം. അതുകൊണ്ട് തീർച്ചയായും ബിഗോറെക്സിയ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. സാധാരണഗതിയിൽ ബിഗോറെക്സിയ സെപ്പറേറ്റ് ആയിട്ട് കാണപ്പെടാറുണ്ട് എന്നുണ്ടെങ്കിലും ഒരു പക്ഷേ അത് ഒരു ഈറ്റിംഗ് ഡിസോർഡറായി വരാം, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറായി വരാം. ഇത് ഏതാണെങ്കിലും, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറുമായി ബന്ധപ്പെട്ട ബിഗോറെക്സിയ ആണെങ്കിലും, ഈറ്റിംഗ് ഡിസോർഡറുമായി ബന്ധപ്പെട്ട ബിഗോറെക്സിയ ആണെങ്കിലും, അല്ല തനിയെയുള്ള ബിഗോറെക്സിയ ആണെങ്കിലും ഇതിനെല്ലാം ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. ബിഗോറെക്സിയയുടെ പ്രധാനപ്പെട്ട സിംറ്റംസ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ശരീരത്തിലെ മസിൽസിനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക, മസിൽസ് എന്തുകൊണ്ട് ബിൽഡ് ചെയ്യുന്നില്ല എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക, കൂടുതൽ മസിൽസ് ബിൽഡ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക, മറ്റുള്ളവരുടെ മസിൽസിനെ കണ്ട് സ്വയം പരിതപിക്കുക, എൻ്റെ ശരീരത്തിൽ അത്തരം മസിൽസ് ഇല്ലല്ലോ എന്ന് വിഷമിക്കുക. അങ്ങനെയുള്ള വിഷമം കൊണ്ട് ഡിപ്രഷൻ ഉണ്ടാവുക. ആ ഡിപ്രഷൻ ഒരു പക്ഷേ സൂയിസൈഡൽ തോട്ട്സിലേക്കും ആത്മഹത്യാ പ്രവണതയ്ക്കുമെല്ലാം നയിക്കുക. ഇതിനോടനുബന്ധിച്ച് സ്റ്റിറോയിഡ് മിസ്യൂസ് ഉണ്ടാവാം. ഇതിനോടനുബന്ധിച്ച് മറ്റ് ശാരീരിക പ്രശ്നങ്ങൾ, കൂടുതൽ കഴിക്കുന്നത് കൊണ്ടുള്ള ശാരീരിക പ്രശ്നങ്ങൾ, അജീർണം, ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, വയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇവയെല്ലാം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം സിംറ്റംസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിഗോറെക്സിയ ഉണ്ട് എന്ന് ഏകദേശം പറയുവാൻ സാധിക്കും. സാധാരണഗതിയിൽ എല്ലാ ചെറുപ്പക്കാർക്കും ഇത്തരമുള്ള ചിന്താരീതികൾ ഉണ്ടാവാറുണ്ട്. നല്ല മസിൽസ് വേണം, മറ്റുള്ളവരുടെ മുൻപിൽ നല്ല പോലെ മസിൽ
പെരുപ്പിച്ച് നിൽക്കണം, മറ്റുള്ളവർ എന്നെ ഒരുതരം അസൂയയോടുകൂടി നോക്കണം, ശരീരം പുഷ്ടിപ്പെട്ടിരിക്കണം എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ ഒരുമാതിരിപ്പെട്ട എല്ലാ യങ്സ്റ്റേഴ്സിലും ഉണ്ടാവാറുണ്ട്. അത് നോർമലാണ്. അതിനായും ജിംനേഷ്യത്തിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നതും വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നതും ഒക്കെ സാധാരണമാണ്. 1 മണിക്കൂർ 2 മണിക്കൂർ വർക്ക് ട്രെയിനിങ് ചെയ്യുന്നവർ, മസിൽ ട്രെയിനിങ് ചെയ്യുന്നവരെ ധാരാളമുണ്ട്. അതിനേക്കാൾ ഉപരി ബിഗോറെക്സിയ എന്ന് പറയുന്നത് അതൊരു മാനസിക പ്രശ്നമാണ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷണം തന്നെ നമ്മുടെ കഴിവിനപ്പുറത്തേക്ക് മസിൽ ബിൽഡിംഗ് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക, എന്നിട്ടും മസിൽസ് പ്രോപ്പറായി ബിൽഡ് ആവുന്നില്ല എന്ന് സ്വയം വിഷമിക്കുക. അതിനനുസരിച്ച് ഇവർക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായി വരിക, സ്വന്തം ശരീരത്തെ ഇതുകൊണ്ട് തന്നെ വെറുക്കുക. അതിനനുസരിച്ച് ഇവർക്ക് മൂഡ് സ്വിങ്സും മൂഡ് ഡിസോർഡേഴ്സും ഉണ്ടായിക്കൊണ്ടിരിക്കുക, മറ്റുള്ളവരോട് പെട്ടെന്ന് ദേഷ്യം വരിക. അങ്ങനെയുള്ള സിംറ്റംസിനെയാണ് ഞാൻ ഈ ബിഗോറെക്സിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ ചെറിയ സിംറ്റംസ്, മസിൽസിനെ കുറിച്ച് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിന് മറ്റു സിംറ്റംസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ബിഗോറെക്സിയ ഉണ്ടാവണം എന്നില്ല. അതേപോലെ ഒരു ദിവസം 2 മണിക്കൂർ എക്സസൈസ് ചെയ്യുന്ന ആൾ നാളെ മുതൽ 2.25 മണിക്കൂർ എക്സസൈസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ബിഗോറെക്സിയ ഉണ്ടായിക്കോണമെന്നില്ല. ആ ബിഗോറെക്സിയ ഉണ്ടാവുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം തന്നെ ഇദ്ദേഹത്തിന്റെ ശരീരത്തിലെ മസിൽസിനെ കുറിച്ച് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, അതിൽ ഡിസപ്പോയിന്റഡ് ആവുന്നു, അതിൽ ഡിപ്രസ്ഡ് ആവുന്നു, അതിൽ സ്വയം ശപിക്കാൻ തുടങ്ങുന്നു. അതിനും പുറമെ മറ്റുള്ളവരോട് വളരെ നെഗറ്റീവായി പെരുമാറാൻ തുടങ്ങുന്നു, മറ്റു കാര്യങ്ങളിൽ ഫോക്കസ് ഉണ്ടാവാറില്ല. അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെയാണ് നമ്മൾ ബിഗോറെക്സിയാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. ബിഗോറെക്സിയ ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട്. ഇപ്പോഴത്തെ മാനസികാവസ്ഥയും അതിന് കാരണമാവാം. ജനറലായി മറ്റുള്ളവരുടെ മുമ്പിൽ പോകാനുള്ള, മറ്റുള്ളവരുടെ മുന്നിൽ പോയി മസിൽ ബിൽഡിംഗ് എക്സസൈസ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുള്ള ചെറിയ ശരീരമുള്ള, അധികം ആകാര സൗഷ്ഠവമില്ലാത്ത ഒരു വ്യക്തി മറ്റുള്ളവരിൽ നിന്നും അനുഭവിച്ച പരിഹാസ ശരങ്ങളാവാം, ബുള്ളിങ് ആവാം ഒരു പക്ഷേ ഈ ബിഗോറെക്സിയയ്ക്ക് കാരണം. അത് ചെറുപ്പത്തിലും അങ്ങനെ സംഭവിക്കാം, കോളേജ് ലൈഫിലും അങ്ങനെ സംഭവിക്കാം. ഈവൻ മുതിർന്നവരിൽ പോലും മറ്റുള്ളവരുടെ മുന്നിൽ ചെന്ന് സ്വന്തം ശരീരം പ്രദർശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന വിമുഖത ഈ ബിഗോറെക്സിയയ്ക്ക് കാരണമാവാം. അതിനും പുറമെ OCD ഉള്ളവർക്ക് ബിഗോറെക്സിയ ഉണ്ടാവാറുണ്ട്, ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉള്ളവർക്കും ബിഗോറെക്സിയ ഉണ്ടാവാറുണ്ട്, ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്ന് പറയുന്ന പ്രശ്നമുള്ളവർക്കും ഈ ബിഗോറെക്സിയ കാണപ്പെടാറുണ്ട്. ബിഗോറെക്സിയയ്ക്ക് പ്രധാനമായി ട്രീറ്റ്മെന്റ് മെത്തഡോളജി എന്ന് പറയുന്നത് 2 തലത്തിലാണ് അതിനെ കാണുന്നത്. ഒന്ന്, സ്വയം ട്രീറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ. മുൻകൂട്ടി നമ്മൾ ഇതിനെ പ്രത്യേകിച്ച് കാണുകയാണെങ്കിൽ, മുൻകൂട്ടി നമ്മൾ ഇതിന് ബിഗോറെക്സിയാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയം അത് ചികിത്സിച്ച് മാറ്റാവുന്നതേയുള്ളൂ. അതിനായി ആദ്യം വേണ്ടതൊരു സൈക്കോളജിക്കൽ കൗൺസിലറിനെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ പോയി കാണുക. ശരീര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, മസിൽസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കാണും, നിങ്ങളുടെ ജനറൽ തോട്ട് പാറ്റേൺ, എന്താണ് ആങ്സൈറ്റി, എന്താണ് OCD, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ജനറൽ ആയിട്ടുള്ള ഒരു അറിവ് ഈ സൈക്കോളജിസ്റ്റ് നിങ്ങൾക്ക് തരും. മസിൽസ് ബിൽഡപ്പ് ആയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, അതില്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, അങ്ങനെയുള്ള ചിന്തകളെയൊക്കെ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ സൈക്കോളജിസ്റ്റ് നിങ്ങളെ സഹായിക്കും. പിന്നീട് നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന 1-2 മണിക്കൂർ വ്യായാമത്തിനെ ചുരുക്കി 1 മണിക്കൂറോ അല്ലെങ്കിൽ 1.25 മണിക്കൂറോ അല്ലെങ്കിൽ 45 മിനിറ്റോ ആക്കി മെല്ലെ മെല്ലെ ചുരുക്കിക്കൊണ്ടുവരിക. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് മാനസികമായോ ശാരീരികമായോ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കുക. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൈക്കോളജിസ്റ്റിനെ കണ്ട് കൗൺസിലിംഗ് ചെയ്യുന്നതും ശാരീരികമായ മാനസികമായ മോട്ടിവേഷൻ തരുന്നതും അത്യാവശ്യമാണ് എന്ന് ഞാൻ പറഞ്ഞത്. മെല്ലെ മെല്ലെ പ്രോട്ടീൻ ഷേക്സും അതേപോലെ ഫിറ്റ്നസ് സപ്ലിമെന്റ്സ് എന്തെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ മെല്ലെ മെല്ലെ സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുവരിക, റെഡ്യൂസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുക. അതും നിങ്ങൾക്ക് അത്യാവശ്യമാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ, ഡയറ്റിങ്ങിന്റെ അല്ലെങ്കിൽ വെയിറ്റ് ട്രാക്കിങ്ങിന്റെ ആപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക. ആൽക്കഹോൾ ഉപയോഗം പരമാവധി കുറയ്ക്കുക. ഇല്ലാതെ കുറയ്ക്കുക എന്നല്ല, ആൽക്കഹോൾ ഉപയോഗം നിർത്തുന്നതാണ് നല്ലത്. സ്മോക്കിംഗ് പോലെയുള്ള, പുകവലി പോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും നിർത്തുക. കൂടുതൽ കഴിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്തുകൊണ്ടുവരിക. കുറവ് കഴിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ കഴിക്കുവാനുള്ള മാനസിക സംയമനം പാലിക്കുക. ഇതിനൊക്കെ നിങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞ സൈക്കോളജിസ്റ്റ് നിങ്ങൾക്ക് തരുന്ന സൈക്കോ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കൗൺസിലിംഗ് സഹായകരമാകും. ഇതേ
പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന, ബിഗോറെക്സിയ അനുഭവിക്കുന്ന മറ്റുള്ളവരുടെ സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഉണ്ട്. ആ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. ബിഗോറെക്സിയ എന്നുള്ളത് നിങ്ങൾ മാത്രം അനുഭവിക്കുന്ന ഒന്നല്ല, ഒരുപാട് പേർക്ക് ആ പ്രശ്നമുണ്ട്. അതെങ്ങനെ കൈകാര്യം അവർ ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അത്തരം ഗ്രൂപ്പ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ മനസ്സിലാക്കുവാൻ സാധിക്കും. മെഡിറ്റേഷൻ എക്സസൈസും ഡീപ് ബ്രീത്തിങ് എക്സസൈസും നിങ്ങളുടെ ശരീരത്തിൽ കാംനെസ് കൊണ്ടുവരുന്നു, നിങ്ങളുടെ ശരീരത്തിൽ ഡൊപാമൈൻ്റെ അളവ് കൂട്ടുന്നു, സെറോട്ടോണിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുകൊണ്ട് ഡീപ് ബ്രീത്തിങ്ങും മെഡിറ്റേഷനും ചെയ്യുവാൻ മറക്കരുത്. നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ഇത്തരം ചിന്തകളെക്കുറിച്ചും മൂഡ് സ്വിങ്സിനെ കുറിച്ചും നെഗറ്റീവായ ചിന്തകളെക്കുറിച്ചും എല്ലാം ഒരു ഡയറിയിൽ എഴുതി വെക്കാൻ മറക്കരുത്. അങ്ങനെ എഴുതി വെക്കുന്നത് കൊണ്ട് മാനസികമായ സന്തുലനം നേടുവാൻ നിങ്ങൾക്ക് ഒരുപാട് കപ്പാസിറ്റി ലഭിക്കും. ട്രിഗേഴ്സിനെ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ ട്രിഗേഴ്സിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അടുത്ത പടി. അതായത് നമ്മൾ റോഡിലിറങ്ങുമ്പോൾ ഒരുപാട് ഇതുപോലെ മസിൽ ബിൽഡ് ചെയ്ത ആളുകളെ കാണാം. സിനിമ കാണുമ്പോൾ മസിൽ മാൻസിനെ കാണാം. ടി വി കാണുമ്പോൾ അല്ലെങ്കിൽ ടി വിയിൽ പ്രോഗ്രാംസ് കാണുമ്പോൾ ഇതുപോലെ മസിൽസ് ബിൽഡ് ചെയ്ത ആളുകളെ കാണാം. ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇതുപോലെ വിഷമം വരാം. എനിക്കതുപോലെ മസിൽസ് ഇല്ലല്ലോ എന്നുള്ള വിഷമം വരാം. ആ വിഷമത്തിനെ ഇല്ലാതാക്കുക എന്നുള്ളതും ഞാൻ നേരത്തെ പറഞ്ഞ സൈക്കോ എഡ്യൂക്കേഷൻ കൊണ്ട് സാധ്യമാണ്. അതുകൊണ്ട് അതിന് നിങ്ങളെ സൈക്കോളജിസ്റ്റ് നല്ലപോലെ സഹായിക്കും. കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി CBTയിൽ നിങ്ങളുടെ മനസ്സിനെ മതിക്കുന്ന ഇത്തരം ചിന്തകളെ, നെഗറ്റീവായ ചിന്തകളെ അതിന് ഡൈവേർട്ട് ചെയ്ത് മറ്റു തരത്തിൽ പോസിറ്റീവായ ചിന്തകളാക്കുകയോ അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ചിന്തകൾക്ക് ഡൈവേർട്ട് ചെയ്യുകയോ ഉള്ള ഒരു പ്രക്രിയ അത് നമുക്ക് നടത്തുവാൻ സാധിക്കും CBT എന്ന പ്രക്രിയയിലൂടെ. അതിന് നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ നേരിട്ട് കാണുക. OCD റിലേറ്റഡ് ആയിട്ടുള്ള ബിഗോറെക്സിയ ആണ് എന്നുണ്ടെങ്കിൽ എക്സ്പോഷർ റെസ്പോൺസ് പ്രിവെൻഷൻ അല്ലെങ്കിൽ ERP തെറാപ്പി എന്ന ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് ഉപയോഗപ്രദമാകും. അതും നിങ്ങളെ ഈ ബിഗോറെക്സിയ പോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും ജനറലി OCD പോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും മുക്തരാക്കുവാൻ സഹായിക്കും. സാധാരണഗതിയിൽ ഇത് വളരെയധികം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, ബിഗോറെക്സിയ കാരണം നിങ്ങൾക്ക് ഒരുപാട് ആങ്സൈറ്റിയും ഡിപ്രഷനും ഫേസ് ചെയ്യേണ്ടി വരികയാണ് എന്നുണ്ടെങ്കിൽ സൈക്യാട്രിസ്റ്റ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. അതിനായി അദ്ദേഹം മരുന്നുകൾ തരാം. മരുന്നുകളാണെങ്കിലും മരുന്നുകളുടെ കൂടെ നിങ്ങൾ ഈ ചെയ്യുന്ന CBT പോലെയുള്ള തെറാപ്പികളാണെങ്കിലും ഇവയെല്ലാം ഒരുമിച്ച് കൂടി നിങ്ങളെ തീർച്ചയായും ഈ പ്രശ്നത്തിൽ നിന്നും മോചിപ്പിക്കാൻ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിഗോറെക്സിയ പല തരത്തിലുണ്ടാവാം. OCDയുമായി ബന്ധപ്പെട്ടുണ്ടാവാം, ഈറ്റിംഗ് ഡിസോർഡറുമായി ബന്ധപ്പെട്ടുണ്ടാവാം, അതല്ലെങ്കിൽ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ കൊണ്ടുണ്ടാവാം. ഏത് തരം ബിഗോറെക്സിയ ആണെങ്കിലും അത് ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. 100% അത് ക്യൂറബിൾ ആണ്. അതുകൊണ്ട് മടിച്ചോ മാറിയോ നിൽക്കാതെ നിങ്ങളുടെ ബിഗോറെക്സിയ എന്ന പ്രശ്നത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് സൈക്കോ എഡ്യൂക്കേഷൻ സ്വീകരിക്കുകയും അതിൻ്റെതായ തെറാപ്പി മെത്തേഡ് സ്വീകരിക്കുകയും ചെയ്യുക. അങ്ങനെ സൈക്കോളജിസ്റ്റ് പറയുകയാണ് നിങ്ങൾക്ക് സൈക്യാട്രിസ്റ്റ് ട്രീറ്റ്മെന്റിന്റെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് എടുക്കുവാനും ഒരു കാരണവശാലും മടി കാണിക്കരുത്.